മറ്റൊരു വാർത്തയിലേക്ക്. ഇസ്ലാം മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ബന്ധുക്കൾക്ക് നേരെ ഭീഷണിയുണ്ടെന്നും പ്രായമായ മാതാവിനെ പോലും അപമാനിച്ചെന്നും സ്വതന്ത്ര ചിന്തക ജാമിദ ടീച്ചർ. പള്ളി സെക്രട്ടറിയും യൂട്യൂബ് ചാനൽ അവതാരികയും വീട്ടിലെത്തിയാണ് ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയതെന്ന് ജാമിദ ടീച്ചർ പറഞ്ഞു. ഭീഷണിപ്പെടുത്താൻ വന്ന അവതാരയ്ക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ചാര വനിതയാണിവരെന്നും ജാമിദ ടീച്ചർ പറയുന്നു. ജനം ടി വിയോട് ഭീഷണിയുടെ വിവരങ്ങൾ ജാമിദ ടീച്ചർ വെളിപ്പെടുത്തി. ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു ചാര വനിതയാണിവര്. ഈ സ്ത്രീ എന്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയത് ഇവരെ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെയുള്ള പലയിടങ്ങളിലും ഇവർ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞു. അതുപോലെ പള്ളി കമ്മിറ്റിക്കാരനാണ്, പോലീസുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പോയി അവരുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തുകയും ഫിനാൻഷ്യൽ തട്ടിപ്പിന് ശ്രമിക്കുകയും ചെയ്തതായിട്ട് ഒരുപാട് രേഖകൾ, ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. കൂടെ പോലീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ ചെന്ന് അവരുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തി. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളും ഇസ്ലാം മതം വിട്ടവരും തമ്മിൽ ഒരു ക്ലാഷിനിടയാകും. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഇവർ വിദ്വേഷമാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇവര് എൻ്റെ മാതാവിനെ, എൻ്റെ പിതാവിനെ, എൻ്റെ പ്രായപൂർത്തിയാകാത്ത മകളെ 3 വർഷം മുമ്പ് വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിച്ച വ്യക്തിയാണ്. ഒരുപാട് ഇരകളാക്കപ്പെട്ട ആളുകളുണ്ട് ഇവര് കാരണം തന്നെ. അപ്പൊ എന്നോടുള്ള വിരോധം കാരണം ഒരുപാട് മുസ്ലിങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ മുസ്ലിങ്ങളുടെ പണം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെയും എന്നെയും പരസ്പരം ഗോധയിലേക്ക് ഇറക്കാനും അതുവഴി ഇവർക്ക് ചില താല്പര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഒന്നുകിൽ ഇവരൊരു മാനസിക രോഗിയാണ്, അതല്ലെങ്കിൽ ഇവര് പഠിച്ച ഒരു ക്രിമിനലാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ജനം ടി വിയോട് ജാമിദ ടീച്ചർ നൽകിയ വെളിപ്പെടുത്തലാണ് നമ്മളിപ്പോൾ കേട്ടത്. കൃത്യമായി ഇസ്ലാം മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ കുടുംബം നേരിടുന്ന ഭീഷണി, അതുമാത്രമല്ല പള്ളി സെക്രട്ടറിയും ഒരു യൂട്യൂബറും ഇക്കാര്യത്തിൽ ഭീഷണി മുഴക്കാനായി വീട്ടിലേക്ക് എത്തിയ സംഭവങ്ങൾ ജാമിദ ടീച്ചർ പറയുന്നു. അതുമാത്രമല്ല ഈ യൂട്യൂബർ എന്ന് പറയുന്ന ആൾ അവർ ബംഗ്ലാദേശ് താല്പര്യമുള്ളവരാണെന്നും അവർ ചാര വനിതയാണെന്നും വരെ കൃത്യമായി ജാമിദ ടീച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട്. അനഘ, കോഴിക്കോടാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ബന്ധുക്കൾക്ക് നേരെ ഭീഷണിയുണ്ടെന്ന് ജാമിദ ടീച്ചർ വെളിപ്പെടുത്തുന്നത്. പ്രായമായ മാതാവിനെ പോലും അപമാനിക്കുന്ന നിലപാടാണ് ഉണ്ടാവുന്നത് എന്ന് സ്വതന്ത്ര ചിന്തക ജാമിദ ടീച്ചർ പറയുന്നു. പള്ളി സെക്രട്ടറിയും യൂട്യൂബ് ചാനൽ അവതാരികയുമാണ് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയത്. ഭീഷണിപ്പെടുത്താൻ വന്ന അവതാരയ്ക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ചാര വനിതയാണെന്നും വരെ ജാമിദ ടീച്ചർ പറയുന്നുണ്ടല്ലോ. അനഘ ഹർഷൻ, അനഘ ഹർഷൻ കേൾക്കാമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ. ചോദ്യം വ്യക്തമായില്ല, ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാമോ? തീർച്ചയായും. ടെലിഫോൺ സംഭാഷണത്തിലെ തടസ്സം നേരിട്ടതിനാലാണ്. ഇസ്ലാം മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ബന്ധുക്കൾക്ക് നേരെ ഭീഷണിയുണ്ടെന്നും പ്രായമായ മാതാവിനെ പോലും അപമാനിച്ചെന്നും സ്വതന്ത്ര ചിന്തക ജാമിദ ടീച്ചർ വെളിപ്പെടുത്തിയിരിക്കുന്നു. പള്ളി സെക്രട്ടറിയും യൂട്യൂബ് ചാനൽ അവതാരികയും വീട്ടിലെത്തി ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയെന്നാണല്ലോ ജാമിദ ടീച്ചറുടെ വെളിപ്പെടുത്തൽ. ഈ ഭീഷണിപ്പെടുത്താൻ വന്ന അവതാരയ്ക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ചാര വനിതയാണെന്നും ജാമിദ ടീച്ചർ പറയുന്നുണ്ടല്ലോ. അനഘ,
തീർച്ചയായും. അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് ജാമിദ ടീച്ചറുടെ ഈ സഹോദരിയുടെ വീട്ടിലേക്ക് ഈ യൂട്യൂബ് ചാനൽ അവതാരികയായിട്ടുള്ള ഷഫീന ബീവി എന്ന് പറയുന്നവരും പള്ളി സെക്രട്ടറിയും നേരിട്ട് ഈ ജാമിദ ടീച്ചറുടെ സഹോദരിയുടെ വീട്ടിലേക്ക് എത്തുകയും ഈ സഹോദരിയെ ജാമിദ ടീച്ചർ മതം മാറിയതിന്റെ പേരിൽ വിമർശനം ഉന്നയിക്കുകയും മാത്രമല്ല അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീടിനകത്തുള്ള കാര്യങ്ങൾ ദൃശ്യങ്ങളടക്കം ചിത്രീകരിക്കുകയും ഈ ജാമിദ ടീച്ചറുടെ 92 വയസ്സുള്ള പ്രായമായ അമ്മയെ പോലും അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ജാമിദ ടീച്ചർ മതം മാറിയതിൽ മുസ്ലിമുകൾക്കിടയിൽ വലിയ പ്രശ്നമുണ്ട്, അത് തങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ജാമിദ ടീച്ചറുടെ സഹോദരി വീട്ടിൽ ഇവർ അതിക്രമിച്ച് കടക്കുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് എന്നാണ് ജാമിദ ടീച്ചർ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ഏറ്റവും ഈ യൂട്യൂബർ ആയിട്ടുള്ള ഈ ഷഫീന ബീവിക്കെതിരെ ജാമിദ ടീച്ചർ ഗുരുതരമായ മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് ഈ ഷഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ അവതാരിക ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളാണ്. മാത്രമല്ല ഇവരുടെ ഭർത്താവ് ബംഗ്ലാദേശുകാരനാണ്. ഇവർക്കൊരു മകനുണ്ട്. ആ മകൻ എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചിരിക്കുന്നത്, മാത്രമല്ല വിവരങ്ങൾ കൃത്യമായ ഒരു അജണ്ട ഈ സ്ത്രീക്ക് പിന്നിലുണ്ട്, അത് നടപ്പിലാക്കാനാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജാമിദ ടീച്ചർ ഇവരുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ജാമിദ ടീച്ചറെ സംബന്ധിച്ച് മതം മാറിയതിന്റെ പേരിൽ താൻ ഒരു മതത്തിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചു, ആ മതം പഠിച്ചു, കൃത്യമായി തന്നെ പഠിച്ചു, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട് അല്ലെങ്കിൽ ചില തിരുത്തലുകൾ ആവശ്യമാണ് എന്ന തന്റെ ബോധ്യത്തിൽ നിന്നാണ് ജാമിദ ടീച്ചർ ആ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത്. നിലവിൽ സ്വതന്ത്ര ചിന്തകയാണ്. എന്നാൽ അന്ന് മുതൽ തന്നെ സ്വന്തം മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ വലിയ രീതിയിൽ ആ സമുദായത്തിൽ നിന്ന് തന്നെ ക്രൂശിക്കപ്പെട്ട ഇപ്പോഴും അതിന്റെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ജാമിദ ടീച്ചർ. മാത്രമല്ല അതിന്റെ ഏറ്റവും ഒടുവിൽ ഇസ്ലാമിക മതമൗലികവാദികൾ ജാമിദ ടീച്ചറുടെ വായടപ്പിക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നു. അതിന് ഏറ്റവും ഒടുവിൽ അവരുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു യൂട്യൂബ് ചാനൽ അവതാരികയെ ഇറക്കിക്കൊണ്ട് ജാമിദ ടീച്ചറെ അല്ലെങ്കിൽ തനിക്ക് നേരെ വന്നിരിക്കുന്നത്. ഇതുവരെ തനിക്കും തന്റെ അടുത്ത കുടുംബങ്ങൾക്കും നേരെയാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ താനുമായി ബന്ധപ്പെട്ട ബന്ധുക്കളിലേക്ക് കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ജാമിദ ടീച്ചർ പറയുന്നത്. അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ തന്റെ സഹോദരിയുടെ വീട്ടിലെത്തി അവരുടെ ജോലി കളയാനുള്ള ശ്രമമുണ്ടായി, അവരെ ഭീഷണിപ്പെടുത്തുന്ന ശ്രമമുണ്ടായി, അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചിത്രീകരിച്ചു, താനുമായി ഒരു ബന്ധവുമില്ല എന്ന് അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചു. മാത്രമല്ല വീട്ടിലുണ്ടായിരുന്ന തന്റെ ഉമ്മയെ, തന്റെ മാതാവിനെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി. ഇങ്ങനെ കൃത്യമായി തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ വീട്ടിലെത്തിയത്. അത് അവർ ഈ വീട്ടിൽ എത്തി അവരോടൊക്കെ തന്നെ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യം, ജാമിദ മതം വിട്ടു അല്ലെങ്കിൽ മതം ഉപേക്ഷിച്ചു, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ബന്ധുക്കളിലേക്ക് കൂടി അവരെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടി. അതെ, അത് വ്യക്തമാണ്. അനഘാഹർഷൻ, ഇവിടെ ജാമിദ ടീച്ചർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അന്വേഷണം പോലും ആരംഭിക്കേണ്ടതാണ്. കാരണം ഈ വന്ന യൂട്യൂബർക്ക് അവർക്ക് ബംഗ്ലാദേശ് താല്പര്യമാണ്, അവർ ചാരവനിതയാണ് എന്നുകൂടി ഈ ജാമിദ ടീച്ചർ പറഞ്ഞു വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് താല്പര്യത്തോടു കൂടി ഒരു ചാരവനിത എന്നുള്ളതിന് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ആ യൂട്യൂബർക്കെതിരെ ജാമിദ ടീച്ചറുടെ ഈ വെളിപ്പെടുത്തൽ പ്രകാരം ഒരു അന്വേഷണം പോലീസ് നടത്തേണ്ടതല്ലേ അനഘാഹർഷൻ? തീർച്ചയായും ഈ യൂട്യൂബർക്കെതിരെ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ജാമിദ ടീച്ചർ പറയുന്നത്. കാരണം ഗുരുതരമായ ചില ആരോപണങ്ങളാണ് ഈ യൂട്യൂബർക്കെതിരെ ജാമിദ ടീച്ചർ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ ബംഗ്ലാദേശിന് വിവരങ്ങൾ ചോർത്തി നൽകാൻ വന്നിരിക്കുന്ന ചാരവനിതയാണ് ഈ വനിത എന്നാണ് ഈ ജാമിദ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ബംഗ്ലാദേശിലാണ് ഈ യൂട്യൂബറുടെ ഭർത്താവ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ആ ബംഗ്ലാദേശിൽ ഇവരുടെ മകന് എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചിരിക്കുന്നത്? അങ്ങനെ ചിലരുടെ അജണ്ടകൾ നടപ്പിലാക്കാനായിട്ട് ഇവിടേക്ക് പറഞ്ഞു വിട്ട കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ആളാണ് ഈ യൂട്യൂബ് ചാനൽ ഷഫീന ബീബി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലെ അവതാരികയെ. ആ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇവർക്ക് പിന്നിലുണ്ട് എന്നാണ് ജാമിദ ടീച്ചർ പറയുന്നത്. എന്തായാലും അവരുമായി ബന്ധപ്പെട്ട കൃത്യമായ നിരവധി വിവരങ്ങൾ, നിരവധി ക്രിമിനൽ കേസുകളിൽ ഇവർ അകപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ ആ കാര്യങ്ങളൊക്കെ തന്നെ ജാമിദ ടീച്ചർ തന്റെ യൂട്യൂബ് വീഡിയോ
മീഡിയയിലൂടെ നമ്മോട് സംസാരിക്കുകയും നമ്മോട് പറയുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായി ഇവർക്കെതിരെ നിയമ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് ജാമിദ ടീച്ചറുടെ അടുത്ത നീക്കം. അങ്ങനെയെങ്കിൽ ഇവരെ കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇവർ ആരാണ് എന്നതിനടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ അന്വേഷണം നീങ്ങും. ഒരുപക്ഷെ ജാമിദ ടീച്ചർ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ അത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള രാജ്യത്തിന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത്. എന്തായാലും തനിക്കും തന്റെ ബന്ധുക്കൾക്കുമെതിരെ നടക്കുന്ന ഇത്തരത്തിൽ മതം വിട്ടതിന്റെ പേരിൽ തന്നെ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ജാമിദ ടീച്ചറുടെ നീക്കം. യെസ്, ജാമിദ ടീച്ചർ പറഞ്ഞ പ്രകാരം യൂട്യൂബർക്കെതിരെ കൂടുതൽ അന്വേഷണം ആവശ്യമായി വരുന്നു. യൂട്യൂബറെ പറ്റി കൂടുതൽ വെളിപ്പെടുത്തലുകളും ഇനിയും അന്വേഷണങ്ങളും വേണ്ടി വരുന്നു എന്നുള്ള കാര്യമാണ് അനഘ ഹർഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്.